അല്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുന്നത് ഈ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈശ്വരാംബയുടെ സമാധിയുടെ 50ാം വാർഷികം, അല്ലെങ്കിൽ അടുത്ത വർഷം സെലിബ്രേറ്റ് ചെയ്യപ്പെടും. അടുത്ത വർഷമല്ല, ആ ഒരു വർഷം മുഴുവൻ, ഈ മെയ് 6 മുതൽ അടുത്ത മെയ് 6 വരെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈശ്വരാംബ എങ്ങനെ ജീവിച്ചിരുന്നു അതുപോലെ ആ മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യാനായിട്ടുള്ള ധാരാളം പരിപാടികൾ നടത്തണമെന്നാണ് നമ്മൾ സത്യസായി സേവാ സംഘടന ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. 1 ഇയർ പ്രോഗ്രാം ഈശ്വരാംബയെ കുറിച്ച് ഉള്ള, അതായത് ഈശ്വരാംബയുടെ കോൺട്രിബ്യൂഷൻസ്, ലോകത്തിനുള്ള കോൺട്രിബ്യൂഷൻസ് ഓർമ്മിക്കത്തക്കതായിട്ടുള്ള, അതിനെ ഒരു റോൾ മോഡലായിട്ട് എടുത്തിട്ട് ആ രീതിയിൽ ചെയ്യണം. അപ്പൊ അതിൽ ഈ ഈശ്വരാംബ വാരത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മൾക്ക് അതിന് തുടക്കം ഇടണം എന്നാണ്. ഇന്ന് മീൻസ് ഈ വാരത്തിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം, അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ പ്രഭാഷണം, ഗ്ലോറി ഓഫ് വുമൻഹുഡ് എന്നുള്ള ഈ പ്രഭാഷണം ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. എന്തായാലും ഇത് നമ്മളോട് സംസാരിക്കാനായിട്ട്, ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയ സുജിത്. പ്രിയനെ ഒരുപക്ഷെ കുറച്ച് ഓർഗനൈസേഷനിലുള്ളവർക്കൊക്കെ അറിയാം, എങ്കിലും കുട്ടികളുടെ പാരന്റ്സ് ഒക്കെ ഉള്ളതിനാലും ഞാൻ പ്രിയനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ജസ്റ്റ് പ്രിയ സത്യസായി സേവാ സംഘടനയുടെ പാലക്കാട് ജില്ലയിലെ വളരെ ആക്റ്റീവ് പ്രവർത്തകയാണ്. ഇപ്പോഴും അതേട്ടോ ആണ്. 2000 ആ തുടക്കത്തില് പ്രിയയുടെ നേതൃത്വത്തിലാണ് ബാലവികാസ് ഇവിടെ ഏറ്റവും അധികം ഫ്ലറിഷ് ആയത്. 2600ഓളം കുട്ടികൾ, എൻ്റെ അടുത്ത് അതിന്റെ ലിസ്റ്റൊക്കെ ഇപ്പോഴും ഉണ്ട്. ആ കുട്ടികളുള്ള വലിയൊരു സാമ്രാജ്യമായിരുന്നു, ബാലവികാസിന്റെ ഒരു സാമ്രാജ്യമായിരുന്നു ആ കാലത്ത്. ബാലവികാസ് സമ്മർ ക്യാമ്പ് നടന്നത് പ്രിയയുടെ സമയത്താണ്. അതൊക്കെ ഇപ്പോഴും പ്രിയയുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. അപ്പോ പാലക്കാട് സ്വദേശിനി, ഒറ്റപ്പാലത്താണ് പ്രിയ വളർന്നു തന്നെ ഒരു ബാലവികാസിലൂടെ വന്ന കുട്ടിയാണ്. അതുകൊണ്ടാണ് പ്രിയ ചെറുപ്പത്തില് കോട്ടക്കലില് അച്ഛന്റെ കൂടെ, അച്ഛൻ വളരെ പ്രശസ്തനായ ആയുർവേദ വൈദ്യനാണ്. അദ്ദേഹം ഡോക്ടർ വേണുഗോപാൽ, അദ്ദേഹം ധാരാളം ബാലവികാസ് കുട്ടികളെയൊക്കെ വളർത്തി കൊണ്ടുവന്ന മഹാനാണ്. പാലപ്പുറത്താണ് സ്വന്തം വീട്, ഒറ്റപ്പാലത്തിന്റെ അടുത്ത്. പ്രിയയുടെ അനിയൻ ഇപ്പോഴും കോട്ടക്കലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രദീപ്. നാരായണേട്ടന്റെ ഒരു അടുത്ത ബന്ധു കൂടിയാണ് പ്രിയ. എന്തായാലും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് പ്രിയ നല്ലൊരു ലീഡ് സിംഗറാണ്, നല്ലൊരു കുട്ടികൾക്ക് നല്ലൊരു ബെസ്റ്റ് ടീച്ചർ എന്ന് പറയാം. പ്രിയയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ആ ടീച്ചിങ് എബിലിറ്റിയാണ്. പ്രിയയുടെ നേതൃത്വത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു EHVന്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രിയയാണ് എന്നെ ആദ്യം EHV ക്ലാസ് എടുക്കാനൊക്കെ വിളിച്ചുകൊണ്ടുപോയത്. പ്രിയയുടെ ബാപ്പുജി സ്കൂളിലൊക്കെ പ്രിയ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ടീച്ചേഴ്സിനോടൊക്കെ കുട്ടികളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഓർഗനൈസേഷന് ധാരാളം കാര്യങ്ങൾ പ്രിയയിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ധാരാളം കുട്ടികൾക്ക് ആ ബെനിഫിറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർമ്മയുണ്ട്. അത്ര മനോഹരമായിരുന്നു രജില പ്രിയ ആ കാലഘട്ടം. എന്തായാലും ഭഗവാന്റെ നിറഞ്ഞ അനുഗ്രഹം പ്രിയക്ക് ഉണ്ടാവട്ടെ. ഗ്ലോറി ഓഫ് വുമൻഹുഡ് എന്നുള്ള ഈ സബ്ജക്ട് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് എത്തിക്കാൻ പ്രിയക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഭഗവാന്റെ പേരിലും പ്രിയയെ ഇന്നത്തെ സെഷനിലേക്ക് ക്ഷണിക്കുന്നു. ഈ ക്ലാസ് എടുക്കാനായിട്ട് പ്രിയയോട് സവിനയം അഭ്യർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പാരന്റ്സിനും കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും ഭഗവാന്റെ നിറഞ്ഞ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരെയും വൺസ് മോർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സായിരാം. പ്രിയ താങ്ക് യു സോ മച്ച്. ഞാൻ അത്രയ്ക്കൊന്നും അർഹതയില്ലെങ്കിലും എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, പ്രവേശിനിയും പിന്നെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ് അതൊക്കെ നടന്നത് ആ സമയത്ത്. പക്ഷെ ഞാൻ എപ്പോഴും അത് ഓർമ്മിക്കാറുണ്ട്. അത് വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി കൂടിയിട്ട് തന്നെ ഓർമ്മിക്കാറുണ്ട് അത്. എല്ലാവർക്കും പ്രേമം നിറഞ്ഞ സായിറാം. നമുക്ക് എല്ലാവർക്കും
ഒരുമിച്ച് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വാമിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കാം. എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക് ദ ഗ്ലോറി ഓഫ് വിമൻഹുഡ് എന്നാണ്. ഈ 45 മിനിറ്റ്സ് നമുക്ക് എനിക്കറിയുന്ന കാര്യങ്ങള്, ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങള്, ഭഗവാന്റെ ഡിസ്കോഴ്സസ് വായിച്ചിട്ടുള്ള കാര്യങ്ങള് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് രണ്ടുപേർക്കും ബെനിഫിറ്റ് ആവുന്ന വിധത്തില് ഈ സെഷൻ നടത്താൻ സ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ടോപ്പിക് ശരിക്കും പറയിച്ചാൽ ഞാൻ ഓൾറെഡി 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചെർപ്പളശ്ശേരിയിലും പിന്നെ ഒരു പ്രാവശ്യം യൂത്തിന്റെയും എടുത്തിട്ടുണ്ട്. അപ്പൊ സ്വല്പ റിപ്പീറ്റേഷൻസ് വരാം. സോ പ്ലീസ് ഫോർഗീവ് മീ ഫോർ ദാറ്റ്. സ്വാമി ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട്. ഭഗവാൻ പറയാറുണ്ട്, ഞാൻ മാത്രാണ് പുരുഷൻ, ബാക്കിയെല്ലാം സ്ത്രീകളാണ്. ഭഗവാൻ ഗ്ലോറിഫൈ നമ്മുടെ ഈ സ്ത്രീത്വത്തിനെ, വുമൻഹുഡിനെ ഭഗവാൻ ഗ്ലോറിഫൈ ചെയ്തത് എനിക്ക് തോന്നുന്നത് ബാലവികാസ് എന്ന ആ മൂവ്മെന്റ് ഭഗവാൻ നമ്മുടെ കയ്യിൽ തരും. മഹിളകളുടെ കയ്യിലാണ് തരുന്നത്, മഹിളാ വിഭാഗത്തിന്റെ കയ്യിലാണ് തരുന്നത്. അത്രയും ട്രസ്റ്റ് ഭഗവാൻ നമ്മളിലുണ്ട് എന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വെൽത്ത് നമ്മുടെ കയ്യില് സ്വാമി തന്നിട്ടുള്ളത് അതേപോലെ നമ്മുടെ ജീവിതകാലം മുഴുവൻ, ബാലവികാസ് ഒരു സാധനയായിട്ട് തന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ കൊണ്ട് നടത്താൻ സാധിക്കട്ടെ. ഭഗവാൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്വാമി പറയാറുണ്ട്, ഓരോ സ്ത്രീയും ബാലവികാസ് ഗുരു ആയിരിക്കണം, ഓരോ വീടും ഒരു ബാലവികാസ് സെന്റർ ആയിരിക്കണം. ഇത്രയും വലിയ ഗ്ലോറിഫിക്കേഷൻ ഒരു വുമൻഹുഡിന് എങ്ങനെ കിട്ടി? ഇതിലും കൂടുതൽ എന്താ നമുക്ക് കിട്ടാനുള്ളത്? ഇന്ന് രാവിലെ ഞാന് ഒരു ചിലപ്പോ പ്രവേദനക്ക് അറിയുണ്ടാവും, മിസ്സസ് സുരേഖ പൈ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കായിരുന്നു. അവരൊരു ബാലവികാസ് ഗുരുവാണ്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതായിരുന്നു. സ്വാമി ഒരാഴ്ച ഇന്റർവ്യൂവിന് വിളിച്ചപ്പോ അവർക്ക് കുട്ടികളില്ല. അപ്പൊ സ്വാമിയുടെ അടുത്ത് പറഞ്ഞു, സ്വാമി എനിക്ക് ഒരു കുട്ടി വേണം എന്ന് പറയുന്നു. അപ്പൊ സ്വാമി പറഞ്ഞു, ഞാൻ തരാം. അവർക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. പുറത്തേക്ക് വരുന്ന സമയത്ത് സ്വാമി പറഞ്ഞു അത്ര, നീ നിന്റെ പല്ലു ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു അത്ര. പല്ലു എടുത്തിട്ട് സാരിയുടെ പല്ലു കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് സ്വാമി പറഞ്ഞു, ഞാൻ ഇതിൽ നിറച്ചും എന്റെ കുട്ടികളെ നിനക്ക് തരാം എന്ന് പറഞ്ഞു. അവര് ബാലവികാസ് സ്റ്റാർട്ട് ചെയ്തു. എത്രയോ കൊല്ലങ്ങളായി അവർ ബാലവികാസ് എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ സ്വാമി നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഓരോ കുട്ടിയും. ഈ ഓരോ കുട്ടിയും ഒരു സ്ട്രീറ്റ് ലാമ്പ് ആയിക്കഴിഞ്ഞാൽ ഈ ലോകം തന്നെ ശാന്തി കൊണ്ട് നിറയും. ശ്രീ സത്യസായി സുപ്രഭാതം സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഈശ്വരാംബ സുതശ്രീ എന്ന് പറഞ്ഞിട്ടാണ്. ഈശ്വരാംബ എന്ന ആ വലിയ മഹതിയെ, ആ വനിതയെ ഈശ്വരാംബ എന്ന ഈശ്വരന്റെ അമ്മയാണ്, അതായത് ഭഗവാന്റെ അമ്മയാണ് ലിറ്ററൽ സെൻസില്. നമുക്ക് എല്ലാവർക്കും, നിങ്ങൾ ഇതിപ്പോ കണ്ടിന്യൂസ് ആയി കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷെ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ആ വലിയ മഹതിയെ കുറിച്ച്. കാരണം ഇത്രയും ഹൃദയ വിശാലതയും പ്യൂരിറ്റിയും ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു അവര്. അവരുടെ ഉദരത്തിൽ തന്നെ വന്നത്, പ്രവേശിച്ചത്. നമുക്കറിയാം, സ്വാമി പറയും, ഒരു പണ്ഡിതയായിരുന്നില്ല, അവർക്ക് ആൽഫബറ്റ്സ് പോലും അറിയണ്ടായിരുന്നില്ല. പക്ഷെ അവര് നല്ല കാര്യങ്ങൾ മാത്രമേ ചിന്തിച്ചിരുന്നു. ഹൃദയം ഫുൾ അവരുടെ കരുണയായിരുന്നു. ഒരു ദിവസം സ്വാമിയുടെ അടുത്ത് അവർ ചെന്നിട്ട് പറയാണ്, സ്വാമി കണ്ടോ, കുട്ടികൾ നടന്നു പോകണം, എത്ര മൈൽ കണക്കിന് നടന്നിട്ടാണ് അവര് ദുഃഖപട്ടണത്തിലേക്ക് പോണത്, സ്കൂളിലേക്ക് പോണത്. സ്വാമിക്ക് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തൂടെ ചോദിക്കാൻ. സ്വാമി പറയും, എനിക്ക് പൈസ ഇല്ലല്ലോ എന്ന് പറയും. അപ്പൊ അവര് വേഗം അവരുടെ ഗോൾഡ് ചെയിൻ അവര് സ്വാമിയുടെ കയ്യിൽ കൊടുക്കുന്നു, തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ട് സ്കൂളിൽ. അപ്പൊ ഇത്രയും വേഗം വേസ്റ്റ് ഒന്നും വേണ്ടെന്ന് പറയും, തിരക്കൊന്നും കൂട്ടണ്ട എന്ന് പറയും. പക്ഷെ എന്തായാലും നമുക്കറിയാം, സ്വാമി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ, അല്ലെ?
പിന്നെ അവർ പറഞ്ഞ കാര്യം ആണ് സ്വാമി മെഡിക്കൽ, അതായത് ഇവിടുന്നുള്ള ആൾക്കാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ബുക്ക പഠനത്തിലേക്കൊക്കെ പോണത്. ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇല്ല ഇവിടെ. അങ്ങനെ സ്വാമി അവിടെ ഒരു ഹോസ്പിറ്റലും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്വാമിയുടെ അടുത്ത് അവർ പറഞ്ഞത് വാട്ടർ, വെള്ളം, കുടിവെള്ളത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഭഗവാൻ അതും സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ആ അമ്മയുടെ ഹൃദയവിശാലത കാരണമാണ്. ഇത് സ്വാമി അവർക്ക്, നമുക്ക് പറയാം ഭഗവാൻ അവതാരാണ്, ഭഗവാൻ പ്രവേശിച്ചതാണ്. അവരുടെ ആ പ്യൂരിറ്റി എന്താണ്, അതായത് എഡ്യൂക്കേഷൻ ഓഫ് കോഴ്സ് സ്വാമി ഗേവ് ഇമ്പോർട്ടൻസ് ടു എഡ്യൂക്കേഷൻ ഓൾസോ. പക്ഷെ അവർ എഡ്യൂക്കേഷൻ, നമ്മൾ ഇപ്പൊ കാണുന്ന ഈ ബാഹ്യമായ എഡ്യൂക്കേഷൻ അല്ല ഭഗവാൻ ഉദ്ദേശിച്ചത്. ഹൃദയവിശാലത. എത്ര ക്വാളിഫൈഡ് ആയാലും നമുക്ക് ഹൃദയവിശാലതയും ഹൃദയത്തിൽ പ്യൂരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അവര് ഒരിക്കലും അതുകൊണ്ടാണ് അവർക്ക് അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെത്ത് കിട്ടിയത്. May 6th അവര് വൃന്ദാവനിലുള്ള സമയത്ത് 3 മൈൽസ് നടന്നിട്ടാണ് അവര് താമസ സ്ഥലത്തിലേക്ക് പോയിരുന്നത്. ഗോപിനേനി ഫാമിലി എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയിരുന്നത്. അപ്പൊ സ്വാമി ചോദിക്കത്ര, അമ്മ കാറിന് പോയിക്കൂടെ ചോദിക്കും. അവര് പറയും എനിക്ക് ഒരു കംഫർട്ട്സും ആവശ്യമില്ല. അവരെപ്പോഴും മറ്റുള്ള ആൾക്കാരെ സന്തോഷിച്ച് കാണണം എന്ന് മാത്രമാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചോളം ഈശ്വരമ്മ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു, എനിക്ക് എന്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. ഞാനത് ഷെയർ ചെയ്യാം. പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്, കേട്ട ആൾക്കാർ പ്ലീസ് ക്ഷമിക്കുക. പക്ഷെ ഇന്ന് ഇത്രയും ഇമ്പോർട്ടന്റ് ഈശ്വരാമ്മയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് പറയണേ, എനിക്ക് സെർവിക്കൽ ഡിസ്റ്റോണിയ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നു. ആ സമയത്ത് ഭഗവാൻ ദർശനം കിട്ടണം. ഞാൻ എപ്പോഴും സ്വാമിയുടെ ഓംകാരം ചൊല്ലിയിരുന്നു, ഭഗവാനെ വിളിച്ച് കരഞ്ഞിരുന്നു ആ സമയത്തൊക്കെ. അപ്പോ ദർശനത്തില് ഭഗവാൻ ഞാൻ നടന്നു വരാണ് ദർശനത്തിന്. ആ സമയത്ത് ഈശ്വരാമ്മ വരെയാണ്. സ്വാമി എന്നെ മൈൻഡ് ചെയ്യണേ ഇല്ല. അപ്പൊ ഈശ്വരാമ്മ വന്നിട്ട് സ്വാമിയുടെ അടുത്ത് പറയാണ്, സ്വാമി ഈ ആൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, സ്വാമി ഒന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ അപ്പോഴാണ് സ്വാമി എന്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ സ്വാമി അത് കഴിഞ്ഞിട്ട് എനിക്ക് 3 ഡ്രീംസ് ഉണ്ടായി. ഫസ്റ്റ് ഡ്രീമില് സ്വാമി എന്റെ ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചു. എന്നിട്ട് എന്താ പ്രോബ്ലം ചോദിച്ചു. ഞാൻ പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു അച്ഛന്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തായാലും ആയുർവേദ ട്രീറ്റ്മെന്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയും വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് സ്വാമിന്റെ അടുത്ത് വന്നത്. സെക്കൻഡ് ഡ്രീമില് സ്വാമി എന്റെ റൈറ്റ് ഹാൻഡ് ആണ് വിളിച്ചത്. തേർഡ് ഡ്രീമില് സ്വാമി എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു എന്നാണ് സ്വാമി പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് സ്വാമി ഈശ്വരാമ്മ പറഞ്ഞിട്ട് സ്വാമി എന്റെ അടുത്തേക്ക് വന്നത്, അല്ലാതെ തന്നെ സ്വാമിക്ക് എന്റെ അടുത്തേക്ക് വന്നൂടെ? എന്റെ മനസ്സിൽ എപ്പോഴും ഇതുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പല ടോക്സും കേട്ടപ്പോ, റേഡിയോ സൈഡിൽ പല എക്സ്പീരിയൻസും കേട്ട് കഴിഞ്ഞപ്പോ, പഴയ ഡിവോട്ടീസിന്റെ എക്സ്പീരിയൻസസ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഈശ്വരാമ്മ എപ്പോഴും സ്വാമിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഇത് പറഞ്ഞിട്ട്, അവർക്ക് ഇത്ര ഈ പ്രശ്നമുണ്ട്, സ്വാമി ഒന്ന് അറ്റൻഡ് ചെയ്യണം, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് സ്വാമിയുടെ അടുത്ത് പോയിരുന്നു. അത്ര അവസാനം സ്വാമിക്ക് അത് തലവേദനയായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മറ്റുള്ള ആൾക്കാരുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ രത്നം തന്നെയായിരുന്നു ഈശ്വരാമ്മ. ഈശ്വരാമ്മയുടെ മുന്നില് സാഷ്ടാംഗ നമസ്കാരം. നമ്മള് ഭഗവാൻ വനിതകൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോ സ്വാമി പറയാറുണ്ട്, നമ്മളെ ആത്മസ്വരൂപലാര എന്നാണ് സ്വാമി വിളിക്കാറുള്ളത്, അല്ലെ? നമ്മളുടെ ഉള്ളിലുള്ള ആ ശക്തി എന്താന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോവാറുണ്ട്. ഭഗവാന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാറുണ്ട് ഇത്ര, മന്ദിരത്തിൽ കുറെ ഇങ്ങനെ ഈ സിംഹങ്ങളുടെ ബിംബങ്ങൾ ഉണ്ട്, അവിടെ സ്റ്റാച്യൂസ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റാച്യൂസ് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? സ്വാമി ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമാണ്, യു ആർ ആൾ ലയൺസ് എന്നുള്ളത് നിങ്ങൾ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല, നിങ്ങൾ ലയൺസ് ആണ്. നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്, ആത്മശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് നമുക്ക് സ്വാമി എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. സ്വാമി നമ്മളെ വിളിക്കാറുണ്ടല്ലോ പ്രേമസ്വരൂപലാര, ആത്മസ്വരൂപലാര. സ്വാമി ഒരിക്കലും പുരുഷന്മാരുടെ മാത്രമല്ല വിളിക്കാറുള്ളത്, സ്വാമി സ്ത്രീകളും അടങ്ങിയിട്ടുള്ള ഈ എൻറ്റയർ ഈ വസുദേവ കുടുംബം എല്ലാവരെയും സ്വാമി വിളിക്കാറുണ്ട്. ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല, ഓ ഞാനൊരു സ്ത്രീയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല,
എന്ത് ഞാനൊരു വീക്ക് ഇതാണ്, അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. കാരണം ഭഗവാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് ആത്മസ്വരൂപലാര എന്നാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ആ സെൽഫ് കോൺഫിഡൻസ് വേണം. നമ്മളെല്ലാവരും നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മളെല്ലാവരും ഒരു യാത്രയിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. എവിടെ നിന്ന് നമ്മൾ എവിടെ നിന്നും തുടങ്ങി ആ സ്ഥലത്തിലേക്ക് തന്നെ യാത്ര ചെയ്യണം. ഐ ടു ഐ നമ്മളിലേക്ക് തന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ കൂടെ പല ആൾക്കാരും ഉണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ജേർണി, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാനും നമ്മളെല്ലാവരും ഒരുമിച്ച് പോണ ആൾക്കാരാണ്. ഡെസ്റ്റിനേഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ഐ ടു ഐ, എന്നിലേക്ക് തന്നെയാണ് യാത്ര. അപ്പൊ ഈ സമയം ഇതില് നമ്മൾക്ക് അസൂയയോ അതേപോലെ മാത്സര്യ ബുദ്ധി ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒറ്റ കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, സത്സംഗ് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മളിപ്പോ ചെയ്യേണ്ടതും സത്സംഗാണ്. സ്വാമി പറയാറുണ്ട്, നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാണെന്ന് വെച്ചോട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് പുറപ്പെടുകയാണ്. അപ്പൊ ഒറ്റപ്പാലത്ത് നിന്ന് മങ്കര, പറളി, പിന്നെ പാലക്കാട്, എനിക്ക് കോയമ്പത്തൂർക്കാണ് പോകേണ്ടത്. അപ്പൊ ഞാൻ ഈ വഴിയിൽ കുറെ സ്റ്റേഷൻസ് ഉണ്ട്, അവിടെ ഒന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പൊ അവിടെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഞാൻ ട്രെയിൻ ഓടുന്ന സമയത്തേക്കും ഞാൻ ട്രെയിനിലേക്ക് ചാടിക്കയറുക. അപ്പൊ ചിലപ്പോൾ ആക്സിഡൻസ് സംഭവിക്കാം, ചില സമയത്ത് നമ്മൾ ഡിലേ ആവാം. അപ്പൊ പല പ്രശ്നങ്ങളും വരും, പല കൺഫ്യൂഷൻസും വരും. അപ്പൊ നമ്മൾ ഈ യാത്ര ചെയ്യണ സമയത്ത് ഈ ഓൾറെഡി യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാര് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഈ യാത്ര. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും സത്സംഗത്തിൽ നിരന്തരമായിട്ട് സത്സംഗം, അതായത് ഒരു സമയത്ത് മാത്രമൊന്നുമല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റഡ് അവയർനെസ് സ്വാമി നമുക്കൊക്കെ മനസ്സിലാക്കി, ഇപ്പത്തെ ജനറേഷൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടത്. കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും അത് ഇടതടവില്ലാതെ തന്നെ വേണം നമ്മൾ. അപ്പൊ നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി വരും. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എസ്പെഷ്യലി കലിയുഗത്തിൽ നമ്മൾ പലപ്പോഴും അത്രയധികം ഡിസ്ട്രാക്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഓട്ടോ സജഷൻ എന്ന് പറയും തോന്നുന്നുണ്ട് അതിന്. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഓട്ടോ സജഷൻ എന്നാണ് പറയുക. അപ്പൊ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്വാമി പറയാറുണ്ടല്ലോ, നമ്മൾ ആദ്യം അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ നമ്മൾ പറയണം, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു കുരങ്ങനല്ല എന്ന് പറയാറുണ്ട്. അപ്പൊ ഫസ്റ്റ് അത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് വളർന്നാൽ മാത്രമാണ് മറ്റേത് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുള്ളൂ. ഞാൻ എന്റെ സ്റ്റുഡൻസിന് പണിഷ്മെന്റ് അതാ കൊടുക്കാണ്. വല്ലാണ്ട് വികൃതി കാണിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ പറയണം, ഐ ആം എ ബോയ്, ഐ ആം എ ഗേൾ, ഐ എം നോട്ട് എ മങ്കി. ഐ ആം എ ബോയ് or ഐ ആം എ ഗേൾ, ഐ എം നോട്ട് എ മങ്കി. ഭയങ്കര ശരിയായിരിക്കും മറ്റുള്ള ആൾക്കാർക്ക്, പക്ഷെ പറയുന്ന ആൾക്ക് അത്ര ശരി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇത് എപ്പോഴും ഓട്ടോ സജഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. സ്വാമി പറയും, നിങ്ങളുടെ സേജസ് പറഞ്ഞിട്ടില്ലേ, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്, അയം ആത്മാ ബ്രഹ്മ, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഡോക്ടേഴ്സ് പറയുമല്ലോ, ഡോക്ടേഴ്സ് നിങ്ങളെ BP ഇത്രയാണ്, ഷുഗർ ലെവൽ ഇത്രയാണ്, ഓക്സിജൻ ലെവൽ ഇത്രയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല? ഇത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിൽ നിന്ന് അത് എങ്ങനെയാ എന്താണ് എന്നുള്ളത് നമ്മൾ ഉള്ളിലേക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവും. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, വളരെ ചുരുക്കത്തിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത്, നമ്മളുടെ ആഗ്രഹങ്ങളാണ് നമ്മളെ ലിമിറ്റ് ചെയ്യണത്. ഈ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മൾ വീക്കാണ്, നമുക്കൊന്നും സാധിക്കില്ല എന്നുള്ള ആ ചിന്തകൾ നമ്മൾ എപ്പോഴും വരും. പിന്നെ വേറൊരു കാര്യം, നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ എപ്പോഴും വരും. അയ്യോ, എനിക്ക് അത് നഷ്ടപ്പെടും, ഇത് നഷ്ടപ്പെടും. പക്ഷെ എനിക്ക് മനസ്സിലായിട്ട് നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് എന്താ നഷ്ടപ്പെടുന്നത്? ഈ അജ്ഞാനമാകുന്ന ഇരുട്ടുണ്ടല്ലോ, അതാണ് നഷ്ടപ്പെടുക. നമ്മുടെ പേടി നഷ്ടപ്പെടും. എനിക്ക് ഏറ്റവും പേടി, ഞാൻ ഈ ഒറ്റ പോയമാണ്, 2 പോയംസ് എഴുതിക്കുന്നത്. അതിലത്തെ ഫസ്റ്റ് പോയം എഴുതിക്കുന്നത് ഫിയറിനെ പറ്റിയിട്ട്. ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പൊ ഈ ഫിയർ നമുക്ക് നഷ്ടപ്പെടും. ഇത് എന്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നതാണ്. ബാക്കിയൊന്നും നഷ്ടപ്പെടില്ല. അത് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ എപ്പോഴും നമുക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ, സന്തോഷം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, നമ്മളിപ്പോ വീട്ടിൽ എന്ത് പണിയെടുക്കുമ്പോഴും നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് പ്ലേസിൽ പോയിട്ട് അവിടെ ജോലി ചെയ്യുമ്പോഴും, മറ്റുള്ള ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും എപ്പോഴും നമുക്ക് എന്തോ ഒരു ആനന്ദം നമ്മൾ എപ്പോഴും അനുഭവിക്കും. കാരണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഭഗവാൻ പറയാറുണ്ട്,
പറഞ്ഞ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് ഇത്. സ്വാമി പല ടൈപ്പിൽ പറയാറുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ കേട്ടത് സ്വാമി പറഞ്ഞത് ഈ ലോകത്തിന്റെ ചക്രവർത്തിയായ ഭഗവാൻ ദൈവം ഒരു എക്സിബിഷൻ കാഴ്ചവെച്ചിരിക്കണം നമ്മുടെ മുന്നിൽ. എന്നിട്ട് പറഞ്ഞിരിക്കണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുത്തോളൂ പറയണം. അപ്പം നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യാം, ഭയങ്കര ഗ്രീഡാണല്ലേ നമുക്ക്. അപ്പൊ നമ്മൾ അതെടുക്കും ഇതെടുക്കും, പിന്നെ ഇതെടുത്തു കഴിഞ്ഞാൽ ഇനിയും പോരാ തോന്നും, അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ പല ആൾക്കാരും പലതും എടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു പെൺകുട്ടി മാത്രം ഒന്നും എടുക്കുന്നില്ല. അപ്പൊ ഭഗവാൻ ചോദിക്കാണ്, ഇത്രേ ഈശ്വരൻ ചോദിക്കാണ്, നീ എന്താ ഒന്നും എടുക്കാത്തത്, നിനക്കൊന്നും വേണ്ടേ ചോദിക്കാണ്. അപ്പൊ ആ കുട്ടി പറയുന്നത്, എനിക്ക് വേണം, എനിക്ക് അങ്ങേ ഭഗവാനാണ് വേണ്ടത് എന്ന് പറയാണ്. ആ വിസ്ഡം ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഈ വിസ്ഡം ആയിരുന്നു ഭാരതത്തിലെ മാത്രം എല്ലാ സ്ത്രീ രത്നങ്ങൾക്കും ഉണ്ടായത്, പഞ്ചകന്യകൾക്ക് ഉണ്ടായത്. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി, ഈ 5 പേര് നമ്മൾ ഇപ്പോഴും സ്മരിക്കണം. എന്തുകൊണ്ടാണ്? അവര് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് ആർക്കാണ്? ഈശ്വരനാണ് കൊടുത്തത്. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഭഗവാൻ കൊടുക്കുമ്പോ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് ഭഗവാനും വരും. ഭഗവാൻ അത് റെസിപ്രിക്കേറ്റ് ചെയ്യും ആ സ്നേഹം. എത്ര മഹതികളാണ് നമുക്ക് നമ്മുടെ ഭാഗവതത്തിൽ വായിക്കാം, നാരായണീയത്തിൽ വായിക്കാം. അങ്ങനെ എത്ര സ്റ്റോറീസ് നമ്മൾ കേട്ടിരിക്കണം. നാരായണീയത്തിൽ ഞാൻ റീസെന്റ് ആയിട്ട് വായിച്ചിട്ടില്ല, എല്ലാ ദിവസവും ഒരു ശ്ലോകം വായിക്കാറുണ്ട്. അപ്പൊ വായിച്ചത് വൃന്ദാവനത്തിൽ നിന്ന് ഫ്രണ്ട്സിനെയും ഗോപികളെയും അതേപോലെ എല്ലാ പശുക്കളെയും കൊണ്ട് വളരെ ദൂരെയുള്ള ഒരു കാട്ടിലേക്ക് നടന്നു പോവാണ്. കൃഷ്ണനൊരു ഉദ്ദേശം ഉണ്ടത്. കാരണം എന്താണ്? അവിടെ ഒരു ബ്രാഹ്മണ കുടുംബമുണ്ട്, ബ്രാഹ്മണ സ്ത്രീകളുണ്ട്. അവരെത്രയോ കാലങ്ങളായി ഭഗവാനെ ഒന്ന് കാണണമല്ലോ എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ദർശനം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ അങ്ങോട്ട് പോണത്. അങ്ങോട്ട് പോകുമ്പോ അവിടെ കുറേ ദൂരം നടന്ന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഭഗവാന്റെ ഫ്രണ്ട്സിന് ഭയങ്കര ക്ഷീണമായി. അപ്പൊ ഭഗവാൻ എന്നിട്ട് കുറച്ചുപേരോട് പറയും, നിങ്ങള് ഇന്ന സ്ഥലത്ത് കുറച്ച് ബ്രാഹ്മിൻസ് യാഗം ചെയ്യുന്നുണ്ട്, അവിടെ പോയിട്ട് ഭക്ഷണം ചോദിച്ചാൽ മതി, അവിടുന്ന് കിട്ടും ഭക്ഷണം എന്ന് പറയുന്നു. അപ്പൊ എന്നിട്ട് ഭഗവാൻ അവരെ പറഞ്ഞയക്കുകയാണ് അങ്ങോട്ട്. അവിടെ പോകുമ്പോ എന്താണ്, അവര് യാഗത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ അവര് പറയും ഭക്ഷണമൊന്നും ഇല്ല, അപ്പൊ തരില്ല എന്ന് പറയും. കഴിയട്ടെ, ഭക്ഷണം തരില്ല അപ്പൊ. അപ്പൊ തിരിച്ചു വന്നിട്ട് കൃഷ്ണന്റെ അടുത്ത് പറയണം. അപ്പൊ കൃഷ്ണൻ പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്തു, അവരുടെ ഭാര്യമാരുണ്ട്, അവരുടെ അടുത്ത് പോയി ചോദിച്ചാൽ മതി പറയും. അപ്പൊ കുട്ടികൾ അവിടെ ചെന്ന് ചോദിക്കുന്നു. ഭാര്യമാർക്ക് കേട്ടപ്പോ കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോ കൃഷ്ണന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. എത്രയോ കാലങ്ങളായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അവര്, കൃഷ്ണനെ കാണണം, എന്റെ ഉണ്ണിക്കണ്ണനെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവര് 4 കൂട്ടി വിഭവങ്ങളായ ഒരു സദ്യ തന്നെ കൊണ്ട് സദ്യ കൊടുത്തയക്കിയത്. അവരും കൂടെ വരികയാണ്. അവിടെ ചെല്ലുമ്പോ എന്താ കാണുന്നത്? കൃഷ്ണന്റെ ഫ്രണ്ടിന്റെ തോളത്ത് ഇങ്ങനെ നിക്കണ ആ കാഴ്ചയാണ്. പീലിയൊക്കെ തലയിൽ വെച്ചിട്ട് നിക്കണ കാഴ്ചയാണ്. എന്തൊരു മനോഹരമായ കാഴ്ച. അവർക്ക് ആ ദർശനം കൊടുക്കണം കൃഷ്ണൻ. അവരുടെ ഹൃദയത്തിലുള്ള ആ ശുദ്ധമായ ഹൃദയം കൊണ്ടാണ് അവർക്ക് ആ ദർശനം കിട്ടിയത്. ഇതറിഞ്ഞിട്ട് അവരുടെ ഭർത്താക്കന്മാർ അവിടെ എത്തും. എന്നിട്ട് അവർക്ക് തന്നെ അത്ഭുതമാവുമ്പോ കൃഷ്ണനെ അവർക്ക് ദർശിക്കാൻ പറ്റിയല്ലോ എന്ന്. എന്നിട്ട് കൃഷ്ണൻ അവരെ അനുഗ്രഹിച്ച് തിരിച്ചു പറഞ്ഞാക്കിയാണ്. ഈ സമയത്ത് അവരുടെ ഭർത്താക്കന്മാർക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നു. ഇനി എത്രയോ കഥകൾ നമുക്ക് സ്ത്രീകളെ പറ്റിയിട്ട് ഭഗവാൻ അത്രയും ആ പ്യൂരിറ്റി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഭാരതത്തിൽ എപ്പോഴും മാതാ പിതാ ഗുരു, അതായത് മേ മദർ ബി യുവർ ഗോഡ്, മേ ഫാദർ ബി യുവർ ഗോഡ്, മേ ടീച്ചർ ബി യുവർ ഗോഡ് എന്നാണ് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും അമ്മയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ അമ്മയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കാരണം ആ അമ്മയാണ് അമ്മയുടെ ലാപ്പിലാണ് കുട്ടിയുടെ ഫസ്റ്റ് സ്കൂള്. അമ്മയാണ് കുട്ടിക്ക് ആദ്യത്തെ ടീച്ചർ ശരിക്കും. പിന്നെ നമ്മുടെ ഭാരതത്തിൽ എപ്പോഴും നമ്മള് ഈശ്വരന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും നമ്മള് സീതാരാമ എന്നാ പറയാ, രാധാകൃഷ്ണ എന്നാണ് പറയാ, പാർവതി പരമേശ്വര. എപ്പോഴും ആ ശക്തി ഭാവമാണ് ഫസ്റ്റ് വരുന്നത്, സ്ത്രീ ഭാവമാണ് ഫസ്റ്റ് വരുന്നത്. നമുക്കറിയാം നമ്മുടെ
അവതാരങ്ങളിൽ തന്നെ കൗസല്യ ദേവിയെ പറ്റിയിട്ട്. കൗസല്യ എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ ഹൃദയം ഈശ്വരാമയെ പറ്റി പറയണ പോലെ അവരുടെ ഹൃദയം കരുണ നിറഞ്ഞ ഹൃദയമായിരുന്നു. രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണെന്ന് അറിഞ്ഞിട്ട് കൈകേയിയാണ് അതിന്റെ പിന്നിലെന്ന് അറിഞ്ഞിട്ട് പോലും കൗസല്യ, ഭഗവാൻ രാമകഥ സഭയിൽ പറഞ്ഞിട്ടുണ്ട്, കൗസല്യ ഒന്നും പറഞ്ഞില്ല. കൗസല്യ പറഞ്ഞ എന്റെ ദുഃഖത്തിന്റെ കാരണം ഞാൻ മാത്രാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈവൻ ചക്രവർത്തിയായ ദശരഥനേക്കാളും ഏറ്റവും മനസ്സംയമനം പാലിച്ചത് കൗസല്യായിരുന്നു. ഭഗവാൻ അത് ക്ലിയർ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. പിന്നെ സ്വാമി എപ്പോഴും പറയേണ്ടതാണ് ചക്രവർത്തി ശിവാജിയുടെ അമ്മയെ പറ്റി ജിജാബായി. ആ ജിജാബായിയുടെ സ്നേഹം കൊണ്ടാണ് ശിവാജി ഇത്രയും മഹാനായത്. പിന്നെ സ്വാമി പറയാറുള്ളത് മഹാത്മാഗാന്ധി പുത്ലിബായിയുടെ ഭക്തി കാരണമാണ് ഇത്രയും വലിയ മഹാത്മാവായത് ഗാന്ധിജി. അങ്ങനെ എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ ഇവരെല്ലാവരും ബയോളജിക്കൽ മദേഴ്സ് ആയിരുന്നു. നമുക്ക് പറയാം, ഞാൻ റേഡിയോ സൈഡിൽ ഒരു ഇന്റർവ്യൂ കേൾക്കായിരുന്നു. സ്വാമിനാഥൻ കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണലിസ്റ്റ് ആണ്. ഇപ്പൊ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പല ചാനൽസിലും കാണാം. അപ്പം ഡിവോട്ട് ചെയ്യണവര് അദ്ദേഹം പറയായിരുന്നു, ഈ ഭാരതത്തില് ഗവൺമെന്റ് ഇല്ല എന്നുണ്ടെങ്കിലും ഇത് മൂവ് ചെയ്യും, ഇന്ത്യ വിൽ പ്രോഗ്രസ്. കാരണം എന്താണ്, ഇവിടുത്തെ ഫാമിലി സിസ്റ്റം ഈസ് വെരി സ്ട്രോങ്. ഫാമിലി സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. നല്ലൊരു കൂട്ടിപ്പിടുത്തുണ്ട് നമ്മുടെ ഫാമിലിയില്. അപ്പൊ ഇത് ഒരിക്കലും ഇത് നമുക്ക് നഷ്ടപ്പെടാണ്ട് പോണം. സ്വാമിക്ക് വളരെ സന്തോഷം അത്ര സ്ത്രീകൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ജോലിയൊക്കെ പണ്ടത്തെ ഡിവോട്ടീസ് ഒക്കെ പറയുന്നേക്കാം, സ്ത്രീകൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യുക, കിച്ചണിൽ വർക്ക് ചെയ്യുക, അപ്പൊ എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ ഭഗവാന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇത്ര. പിന്നെ ഇത്രയും നേരം നമ്മുടെ ബയോളജിക്കൽ മദേഴ്സിനെ പറ്റിട്ട് പറഞ്ഞു. ശാരദാദേവി, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പത്നിയായ ശാരദാദേവി. അവസാനത്തെ ആയപ്പോൾ രാമകൃഷ്ണ പരമഹംസർ ശാരദാദേവിയെ അമ്മയായിട്ട് പൂജിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിവേകാനന്ദന്റെ ഡിസൈപ്പിൾസും ശിഷ്യന്മാരും രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യന്മാരും ശാരദാദേവിയെ അമ്മയായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ ഹൃദയം ഫുൾ കരുണ നിറഞ്ഞ ഹൃദയമായിരുന്നു. വിവേകാനന്ദന് US പോകാൻ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് എന്താ ചെയ്യാന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പല ആൾക്കാരും കളക്ട് ചെയ്തിട്ട് കൊടുക്കും. പക്ഷെ ശാരദാദേവി വിവേകാനന്ദനെ വിളിച്ചിട്ട് പറയാണ്, ഇന്നലെ എനിക്കൊരു ഡ്രീമില് രാമകൃഷ്ണ പരമഹംസർ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്തായാലും പോണം. കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പോണോ പോണ്ടേ എന്നുള്ളത്. അപ്പൊ ആ അമ്മയുടെ അനുഗ്രഹം അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് വിവേകാനന്ദൻ പിന്നീടും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, മദർ തെരേസ ഓരോ കുട്ടിയെയും അവര് അത്രയും അവനവന്റെ കുട്ടിയായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വാമി പറയും, ത്യാഗഭാവവും ഒരു സ്ത്രീയുടെ സഹജമായ സ്വഭാവമാണ്. ഇത് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്, ശരിക്കും ഒരു ശക്തിയാണിത്. അത് ഒരിക്കലും ഒരു വീക്ക്നെസ് ആയിട്ട് നമ്മൾ കണക്കാക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു ഇതാണ്, സ്വാമിയുടെ അടുത്ത് ഒരു ഫോറിനർ ചോദിച്ചു, സ്വാമി പറഞ്ഞില്ലേ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും കൂടുതൽ ക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ളത്. സ്വാമി പറഞ്ഞു, അത് ശക്തിയാണ് അവരുടെ. എന്തൊക്കെയാണ്? കെയറിങ് ആണ് അവര്, സാക്രിഫൈസിങ്, ത്യാഗ മനോഭാവം ഉണ്ട്, കമ്പാഷൻ, കരുണ ഉണ്ട്. കരുണ അവർക്ക് അതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അണ്ടർസ്റ്റാൻഡിങ്, മറ്റുള്ള ആൾക്കാരെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പെരുമാറാൻ ഉള്ള ഒരു കഴിവുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അഡ്ജസ്റ്റ്മെന്റ്, ക്ഷമ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ, വളരെ റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇതെല്ലാം നമ്മുടെ ശക്തിയാണ്. ഇത് നമ്മുടെ വീക്ക്നെസ്സേ അല്ല. പലപ്പോഴും നമ്മൾ പറയും, അയ്യോ എനിക്ക് ഇത്രയും ക്ഷമയുണ്ട്, അതുകൊണ്ടാണ് എന്റെ തലയിൽ എല്ലാവരും കയറുന്നത്. അങ്ങനെയൊന്നും അല്ലാതെ അത് നമ്മുടെ ശക്തിയാണ്. അത് നമ്മൾ തിരിച്ചറിയണം, അത്രേ ഉള്ളൂ. സ്വാമി പറയാറുണ്ട്, സ്വാമി ഒരിക്കലും നിങ്ങൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഒരിക്കലും പറയാം, അത് പറഞ്ഞിട്ടില്ല. സ്വാമി പറയുന്നത്, സ്വാമി എഡ്യൂക്കേഷൻ ഓഫ് വിമൻ സ്വാമി അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ സ്വാമി ആദ്യം സ്റ്റാർട്ട് ചെയ്തത് തന്നെ അനന്തപൂർ കോളേജ് ആണല്ലോ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, ഗേൾസിന് വേണ്ടിയിട്ടുള്ള അനന്തപൂർ കോളേജാണ് ഭഗവാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഭഗവാൻ ഒരു കാര്യം പറഞ്ഞു ആ സമയത്ത്,
കുറെ PhD എടുത്തിട്ട് കുറെ ഡോക്ടറേറ്റ് ചെയ്തുള്ള ആൾക്കാരുണ്ടാവും എന്നൊന്നുമല്ല സ്വാമി പറഞ്ഞത്. സ്വാമി പറഞ്ഞത് ഈ ലോകത്തിലെ നല്ല അമ്മമാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. ഭഗവാന്റെ ആ അത്രയും ആ വിശാലമായ ഹൃദയം നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ. അതിന്റെ എന്താണ് സ്വാമി പറഞ്ഞിട്ടുള്ള അതിന്റെ ശരിയായിട്ടുള്ള ആ മീനിങ് കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ നമ്മളെ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ പറയാറുണ്ട്, പക്ഷെ ഒരു കാര്യം, ഒരു വാർണിംഗ് സ്വാമി തന്നിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ജോലിക്കൊക്കെ പോയിക്കോളൂ, പക്ഷെ ജോലിയും പൈസ ഉണ്ടാക്കലും മാത്രമല്ല പ്രയോറിറ്റി. എന്ത് സാക്രിഫൈസ് ചെയ്തിട്ട് അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ വീടും കുട്ടികളും അതേപോലെ വീട്ടിലുള്ള ആൾക്കാരും അവരുടെ സാക്രിഫൈസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല. അത് നമ്മൾ ഇത് സാക്രിഫൈസ് ചെയ്തിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല. നമുക്ക് ഏറ്റവും ഭഗവാൻ പറഞ്ഞില്ലേ, നമ്മൾ ഗൃഹലക്ഷ്മികളായിരിക്കണം, ഓഫീസ് ലക്ഷ്മികളല്ലാന്നൊക്കെ സ്വാമി പറയാറുണ്ട്. ഒരു ആന്റി എന്റെ അടുത്ത് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. ആന്റി കുറെ കാലങ്ങൾക്ക് മുമ്പ് ആന്റി വൃന്ദാവനിൽ ലീഡ് സിംഗർ ആയിരുന്നു. അപ്പൊ അന്ന് വൺ പെർട്ടിക്കുലർ ഡേ എന്ത് തോന്നി, ആന്റിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി ഇൻലോസിന്റെ അടുത്തും ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ. അപ്പൊ രാവിലെ നേരത്തെ 3 മണിക്ക് നീക്കണം അവർക്ക് വൃന്ദാവനത്തിലേക്ക് എത്താൻ. അപ്പൊ രാവിലെ നീറ്റു, ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാണ്ട് അവിടെ വന്നിരുന്നു. ദർശനത്തിന് വന്നു, സ്വാമി ദർശനത്തിന് വന്നു. സ്വാമിയുടെ ഒരു നോട്ട ഉണ്ടായിരുന്നു ആന്റിയുടെ മോട്ടയ്ക്ക്, രൂക്ഷമായ നോട്ടായിരുന്നു, ഒരിക്കലും മറക്കില്ല പറയും ആന്റി. ഭഗവാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. പിന്നെ എന്റെ തന്നെ എക്സ്പീരിയൻസ് ഞാൻ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒന്നുകൂടി പറയാം. അതായത് ഞാന് ഒരിക്കലും രാവിലെ ഓംകാര സുപ്രഭാതമൊക്കെ ചെല്ലും. അപ്പൊ ഹസ്ബൻഡ് തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ഈ ഓംകാര സുപ്രഭാതമൊക്കെ ചെല്ലുക. അപ്പൊ ഹസ്ബൻഡ് ജസ്റ്റ് പോണ വഴിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത തലയിൽ. അപ്പൊ ആ സമയത്ത് എന്റെ ഹൃദയത്തിൽ ഓംകാരം ചെല്ലിയിടുക. അപ്പൊ ആ സമയത്ത് എന്റെ ഹൃദയത്തിൽ പ്രേമം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അതിന് പകരം അപ്പൊ പക്ഷെ ആ മൊമെന്റിൽ എനിക്ക് മനസ്സിലായി എന്റെ ഉള്ളിലിരിക്കുന്ന എന്റെ സ്വാമിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി. എന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത്. അപ്പം അന്ന് ഞാന് ഭയങ്കര ടെൻസ്ഡായി. പൂജ റൂമിൽ കയറി എന്നും വായിക്കുന്ന സൈ ലിറ്ററേച്ചർ ഉണ്ട്, ഭഗവാന്റെ ഡിസ്കോഴ്സസ് വായിക്കും. അപ്പൊ അന്ന് ഞാൻ വെച്ചിരിക്കുന്ന ആ ബുക്ക് മാർക്ക് താഴ്ത്തി വീണിട്ട് ടെൻഷനിൽ വീണ് ഞാൻ ഓപ്പൺ ചെയ്ത പാട്ട് എന്താണ് സ്വാമി പറയണത്, അതില് ഒരു കാര്യവും ഇല്ല 4 മണിക്ക് എണീച്ചിട്ട് നിന്റെ ഹൃദയത്തിൽ പ്രേമം ഇല്ലാന്നുണ്ടെങ്കിൽ എന്നാണ് സ്വാമി പറഞ്ഞത്. സ്വാമി എത്രയും ആരെയും ഹേർട്ട് ചെയ്യുന്നത് ഭഗവാൻ ഇഷ്ടമില്ല ശരിക്കും. ഭഗവാൻ അറ്റ് ദ സെയിം ടൈം സ്വാമി നമ്മുടെ ഹൃദയം സ്വാമി ഒറ്റ കാര്യം മാത്രമേ എക്സ്പെക്ട് ചെയ്യുള്ളൂ. സ്വാമി എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പ്യൂരിറ്റി മാത്രമേ, സിൻസിയറിറ്റി, കമ്മിറ്റ്മെന്റ്, ഇത് മാത്രമേ സ്വാമി എക്സ്പെക്ട് ചെയ്യുള്ളൂ. കേട്ടിട്ടുണ്ടാവും, എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരു ഭഗവാന്റെ അടുത്തേക്ക് ഒരു വയസ്സായ സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കറിയാം ആ സമയത്ത് സ്വാമി വെറ്റിലും പാക്കൊക്കെ കഴിക്കുന്ന സമയമാണ്. അപ്പൊ സ്വാമി ദർശനത്തിന് വരികയാണ്. ദർശനത്തിന് വരുന്ന സമയത്ത് ഈ സ്ത്രീനെ അവിടേക്ക് അവർ കടത്തി വിടുന്നില്ല, കാരണം അവരൊരു മുഷിഞ്ഞ സാരിയൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഭഗവാന്റെ അടുത്ത് പോയി കൊടുക്കാനൊന്നും സാധിച്ചില്ല. അപ്പൊ അവരെന്ത് ചെയ്തു വെച്ചാൽ പുറത്തു പോയി ദർശനമൊക്കെ കഴിഞ്ഞപ്പോ അവര് പുറത്തു പോയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടക്കുകയാണ്. ഒന്ന് മയങ്ങിപ്പോയി. ആരോ വിളിക്കുന്നവരെ കണ്ണു തുറന്ന് നോക്കിയപ്പോ ആരാണ്? ഭഗവാൻ മുന്നിൽ നിൽക്കുന്നു. ഭഗവാൻ എന്താ ചോദിക്കുന്നത്? ഭഗവാൻ ചോദിക്കുന്നത് വെറ്റിലിയും പാക്കുമായിരുന്നു. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഏതോ ഒരു സ്ത്രീ, ഒരു വില്ലേജിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ്. ഭഗവാൻ അത്രയും സിൻസിയർ ആയിട്ടാണ് അവരാഗ്രഹിച്ചത്. അവര് ഭഗവാൻ ഇത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, കുചേലന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്, കുചേലന്റെയും കൃഷ്ണന്റെയും കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ശരിക്കും നമ്മൾ ഭഗവാന്റെ ഈ അവതാര കാലത്ത് എത്രയോ നടന്നിട്ടുണ്ട്, പലതും നമുക്ക് അറിയുന്നില്ല. പിന്നെ ഗ്രൗണ്ട് നട്ട്സ്, കടല കൊണ്ടുവന്നിട്ടുള്ള സ്ത്രീയുടെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ദിവസം ദർശനം കഴിഞ്ഞിട്ട് വരുമ്പോ സ്വാമിയുടെ കയ്യിൽ സ്വതവേ ലെറ്റേഴ്സ് എല്ലാം ഉണ്ടാവുള്ളൂ. അന്നത്തെ ദിവസം ഭഗവാന്റെ കയ്യിൽ ഈ ഒരു ബ്ലാക്ക് ബാഗ് ഉണ്ട്. അപ്പൊ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഭഗവാൻ കൊടുക്കണേ ഇല്ല, കൈ പിടിച്ചിട്ട് തന്നെ നടക്കുന്നത്. എന്നിട്ട് നേരെ ഇന്റർവ്യൂ റൂമിൽ പോയി അവിടെ ഇരുന്നു സ്വാമി. ഇന്റർവ്യൂ എന്നിട്ട് ബാഗ് സൂക്ഷ്മതയോടെ കൂടെ തുറന്നിട്ട് ഓരോന്ന് എടുക്കാൻ തുടങ്ങി, ഗ്രൗണ്ട് നട്ട്സ്. എന്നിട്ട് പൊളിച്ചു,
അവിടെ ഇടണ്ട് വേഗം കഴിക്കും, വേഗം കുട്ടികൾക്കൊക്കെ കൊടുത്തു, നിങ്ങളും പൊളിച്ചോ പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് ഗ്രൗണ്ട് നട്ട്സ് ഓരോന്നായി ഭഗവാൻ അത്രയും തൃപ്തിയോട് കൂടി കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഈ സ്ത്രീ എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേക്ക് ഭഗവാൻ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള, അവരുടെ ഇതില് ഫാമിലി ഉണ്ടാക്കിയിട്ടുള്ള കടല കൊടുക്കാൻ വേണ്ടി എല്ലാ കൊല്ലവും അവർ വരിക. ഇത് കഴിഞ്ഞപ്പോ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ സ്വാമി പറഞ്ഞു, ഇനിയിപ്പോ അവരെ പോയിട്ട് തരണം, എനിക്ക് എവിടെ ഇരിക്കുന്നുണ്ടാവോ എന്ന് സ്വാമിക്ക് ഒന്നും അറിയാത്ത പോലെ സ്വാമി പറയട്ടെ. ഇതാണ് സ്വാമി, ഒരു സ്ത്രീയിൽ നിന്ന് സ്വാമി ഇത് മാത്രമേ എക്സ്പെക്ട് ചെയ്യുള്ളൂ. മറ്റുള്ള എല്ലാം ഭഗവാൻ നമുക്ക് തരും. അത് ഭഗവാന് മാത്രമേ നിശ്ചയുള്ളൂ എന്താണ് നമുക്ക് ഇഷ്ടം. ഞാനിവിടെ ബാലികാസ് ക്ലാസ്സിലേക്ക് ഒരു ആന്റിയുടെ അടുത്ത് പോവാ, ഹേമാൻറ്റീനെ. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹേമാൻറ്റീന്റെ മകളുടെ മാരേജ് ഇന്റർവ്യൂ റൂമിൽ വെച്ചിട്ട് തന്നെ നടന്നത്. അപ്പൊ ഭഗവാനാണ് എല്ലാവർക്കും ചെയ്തു കൊടുത്തത്, മംഗൾസൂത്രവും പിന്നെ സാരിയും എല്ലാം കൊടുത്തത്. അപ്പൊ സാരി മകൾക്ക് ഒരു റെഡ് സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹേമാൻറ്റിയുടെ മനസ്സിലും തോന്നിയിട്ട്, ഓ എനിക്ക് കളർ കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായിട്ടായിരുന്നു തോന്നിട്ട്. ഭഗവാൻ അപ്പൊ തന്നെ വേറൊരു സാരി എടുത്തിട്ട് ഹേമാൻറ്റി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്വാമി ചോദിച്ചിട്ട്, നിനക്ക് എന്താണ് വേണ്ടത് ചോദിച്ചത്ര. അപ്പൊ സ്വാമിയുടെ അടുത്ത് പറഞ്ഞു, സ്വാമിയുടെ കൈ പിടിച്ചിട്ട് സ്വാമി ഭഗവാനാണ്, ഞങ്ങള് സാധാരണ മനുഷ്യരാണ്, സ്വാമിക്ക് മാത്രമേ അറിയുള്ളൂ ഞങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത്, അത് തന്നാ മതി സ്വാമി. ഇത് നമുക്ക് എല്ലാവർക്കും ഇങ്ങനൊരു മനോഭാവത്തോടു കൂടി ഭഗവാൻ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുമ്പോ ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഒന്നും തോന്നില്ല, അത്രയും പ്യൂർ ആയിട്ടുള്ള ഒരു ഹൃദയത്തിൽ മാത്രമേ ഭഗവാനെ റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കൂ. അനന്തപൂർ കോളേജിലത്തെ ഗേൾസിന്റെ അടുത്ത് പറയാറുണ്ട്, അവര് അവിടുന്ന് വിട്ടുപോകുന്ന സമയത്ത് സ്വാമി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ, പണ്ടൊക്കെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ സ്വാമി പറയാറുണ്ട്, നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോവാന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചപ്പാത്തി വരുത്തുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം എന്റെ ഹൃദയം വിശാലമാവാണ് വിചാരിക്കണം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, സ്വാമി എന്റെ ഹൃദയം ഇതേപോലെ വിശാലാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ അടിച്ചു വരുമ്പോ എന്ത് പറയണം, എല്ലാ വേണ്ടാത്ത ഈവിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോട്ടെ എന്നുള്ളത് നമ്മൾ പറയണം. അപ്പം സ്വാമി ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഓഫ്, ഇതിന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ റിപ്പീറ്റ് ചെയ്യല്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ അടുത്ത് സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാമിയുടെ അടുത്ത് കംപ്ലൈന്റ് വരും, സ്വാമി എന്താണ് ഈ ബോയ്സിന്റെ അടുത്ത് മാത്രം സംസാരിക്കുന്നത്, ഞങ്ങളുടെ അടുത്ത് എന്തുകൊണ്ട് സ്വാമി സംസാരിക്കാത്തത്, നമ്മളുടെ അടുത്ത് എന്തുകൊണ്ട് അങ്ങനെ ക്ലോസ് ആയിട്ട് സംസാരിക്കാത്തത്. അപ്പൊ സ്വാമി പറഞ്ഞെ, നിങ്ങൾ കല്യാണം കഴിച്ചു പോകുമ്പോ ആ വീട്ടിൽ ചെന്നാൽ നിങ്ങൾ നന്നായി പെരുമാറും, അവിടെ ചെല്ലുമ്പോ നിങ്ങളുടെ മദറിനെ വിചാരിക്കും, ഓ ഇങ്ങനൊരു മകളുണ്ടായിരുന്നു വെച്ചാൽ എത്ര നന്നായിണ്ടായിരുന്നു എന്നുള്ളത് വിചാരിക്കും എന്നുള്ളത് ഭഗവാൻ ആ സമയത്ത് ഞാൻ നിങ്ങളുടെ പ്രേയേഴ്സ് ആൻസർ ചെയ്യും തോന്നിത്ര. ഇതെന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, അത് ഞാൻ റേഡിയോ സ്റ്റൈൽ കേട്ടതാണ്. അപ്പൊ ഇതെന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ഞാൻ എന്റെ മദറിനെ പ്ലീസ് ചെയ്യാൻ നോക്കും, കാരണം ഞാനല്ലേ സ്വാമി പ്ലീസ്ഡ് ആവുള്ളൂ. അതുകൊണ്ട് അപ്പൊ എന്റെ ഫാദറിനെ മരിച്ചതിന് ശേഷം എന്റെ മദറിനെ ഇവിടെ കിടക്കും, ഞാനും ഹസ്ബൻഡ് ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങി. അപ്പൊ ഞാനും ഉന്നയിച്ചും ഞാനും നിലത്ത് ഇവിടെ വന്ന് കിടക്കും, ഞങ്ങൾ ഒരു മാറ്റ് ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കിടക്കും, മദറിനെ ഇവിടെ കിടക്കും. അപ്പൊ എന്നോട് ഹസ്ബൻഡ് ഇന്ന് വേണമെങ്കിൽ ആ റൂമിൽ കിടന്ന് കുഴപ്പമൊന്നുമില്ല, കാരണം ഭയങ്കരമായിട്ട് ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു സ്വാമി ഇതല്ലേ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അന്ന് സ്വാമി ഡ്രീമിൽ വന്നിട്ട് മുകളിൽ നിൽക്കുകയാണ് സ്വാമി എനിക്കൊരു വൈറ്റ് ബൊക്കെ എറിഞ്ഞു തന്നു. അപ്പൊ ഇതെന്താ വെച്ചാ സ്വാമി അത് അക്സെപ്റ്റ് ചെയ്ത്, ഓ സന്തോഷം എന്നുള്ളത്, ഐ എം ഹാപ്പി എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. സ്വാമി ഇത് ഭഗവാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കരഞ്ഞിരിക്കുന്നത് ഭഗവാൻ ഇഷ്ടേ അല്ല, എപ്പോഴും ചിയർഫുൾ ആയിരിക്കണം. സ്ത്രീകളല്ല എല്ലാവരും ചിയർഫുൾ ആയിരിക്കണം. നമ്മൾ എപ്പോഴും ആവണക്കണ്ണ കുടിച്ച ഫേസ് പോലെ ഇരിക്കാൻ പാടില്ല. സ്വാമിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. കാരണം സ്ത്രീകൾ എസ്പെഷ്യലി നമ്മള് വീട്ടില് സന്തോഷവതികളായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ വീടിന്റെ വൈബ്രേഷൻ തന്നെ മാറും. വളരെ പോസിറ്റീവ് ആയിരിക്കണം എന്നാണ് പറയാ. തമിഴ്നാട്ടിലത്തെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഭഗവാൻ പറഞ്ഞതല്ല, തമിഴ്നാട്ടിലത്തെ ഒരു സനാതന സാരഥി എഡിറ്റർ, അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടത്, അദ്ദേഹത്തിനും ഭാര്യയ്ക്കും പണ്ടൊക്കെ പാദപൂജ ചെയ്യാൻ സ്വാമി സമ്മതിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പാദപൂജ ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെയധികം ഇമോഷണൽ ആയി, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഭഗവാന്റെ ഈ ലോകത്തിന്റെ ഭഗവാന്റെ പാദം എനിക്ക് പൂജ ചെയ്യാൻ പറ്റിയല്ലോ എന്നവരുടെ കണ്ണിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് ഒഴുകുകയാണത്രേ. ആ സമയത്ത് സ്വാമി ചോദിച്ചത്രേ,
നിനക്കറിയോ, ഒരിക്കലും നീ വേറെ ആവശ്യത്തിന് വേണ്ടി കരയാൻ പാടില്ല. നീ കരയുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന് വേണ്ടി മാത്രം കരയാൻ പാടില്ല. നീ ആ കണ്ണീരൊന്ന് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു. അപ്പൊ അത് ടേസ്റ്റ് നോക്കിയപ്പോ ഇത് സ്വീറ്റ് ആയിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ വെറുതെ കരഞ്ഞു കഴിഞ്ഞാൽ അത് സോൾട്ടി ആയിരിക്കും. പക്ഷെ നമ്മൾ ഭഗവാന് വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീറ്റ് ആയിരിക്കും എന്നാ പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും സ്ത്രീകൾക്ക് ഒരു കരച്ചില് ഭയങ്കര ഒരു പ്രശ്നമുള്ള കാര്യമാണ്. എപ്പോഴും നമുക്ക് ഫസ്റ്റ് വരെ കരച്ചിലാണ്. പക്ഷെ നമ്മൾ കരയേണ്ട ആവശ്യമില്ല. എനിക്ക് പല എക്സ്പീരിയൻസും ഉണ്ട്. കരഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഹെൽപ്പ് ചെയ്യോ തന്നെ പലപ്പോഴും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മള് ഭഗവാന് വേണ്ടി കരയാം, വേറെ ഒന്നിനു വേണ്ടി നമ്മൾ കരയാൻ നമുക്ക് കഴിയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ചെയർഫുൾനെസ് പറഞ്ഞു, സെക്കൻഡ് വൺ സാധന. നമ്മള് ഈ സാധന ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ആത്മാവിന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആണ് ബുദ്ധി എന്ന് പറഞ്ഞത്, ഇന്റലക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അത് ഷൈൻ ചെയ്യാൻ തുടങ്ങും. മുമ്പ് സ്വാമി പറഞ്ഞിട്ടുള്ള പല സാധനങ്ങളും ഉണ്ട്. നാമജപം തന്നെ, നാമസ്മരണ ഏറ്റവും വലിയ സാധന, ഈ കലിയുഗത്തിൽ ഏറ്റവും എളുപ്പമായിട്ട് പറ്റുന്ന കാര്യമാണ്. പിന്നെ ജ്യോതിർധ്യാനം ഉണ്ട്, പിന്നെ ഗായത്രി മന്ത്രം നമുക്ക് ചെല്ലാൻ പറ്റും. ഭഗവാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഗായത്രി മന്ത്രത്തിന് വേണ്ടിയിട്ട്. നമുക്കറിയാം, പുട്ടപ്പർത്തി ഗായത്രി മാതാവിന്റെ ആ സ്റ്റാച്ചു, അവിടെ മുന്നിൽ പോയി നിന്നാൽ തന്നെ നമ്മളെല്ലാം മറക്കും. ആ ഗായത്രി മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാം മറക്കും. അവിടെയുള്ള പൂജാവിധികൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. രാവിലെ അവര് വാം വാട്ടർ കൊണ്ടാണ് കുളിപ്പിക്കുക. ആ ഡ്രസ്സിംഗ് ഒക്കെ എന്തൊരു ഭംഗിയായിട്ട്, എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് അവർ ആ ഡ്രസ് ചെയ്യുന്നത്. ഗായത്രി മാതാവ് വേദമാതാവാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് സ്ത്രീകൾ ചെല്ലാൻ പാടില്ല, പക്ഷെ എല്ലാവർക്കും ചെല്ലാം ഗായത്രി മന്ത്രം. കാരണം നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് നാമസ്മരണയാണ്. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ, ഇപ്പൊ അദ്ദേഹം ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യണം, ഇത്ര 70 years ഒക്കെ ആയി എന്നാണ് പറയുന്നത്. നെല്ലൂരിൽ നിന്ന് 8 വയസ്സാവുന്ന സമയത്ത് നെല്ലൂരിൽ നിന്ന് പുട്ടപർത്തിയിലേക്ക് വരും, ഭഗവാനെ കാണും. ഭഗവാനെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോയി കഴിഞ്ഞു. അപ്പൊ ജസ്റ്റ് ഒരു ഷോർട്ട് ദർശനമായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് ഷോർട്ടായിട്ടാണ് അത് പറയണത്. നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ശരിക്കും ഇത്. അപ്പൊ അവിടെ ചെല്ലുമ്പോ അമ്മയുടെ അടുത്ത് കണ്ടു പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് പറയണം, അമ്മ ഞാൻ ഭഗവാനെ കണ്ടു, എന്തൊരു ഭംഗിയാ ഭഗവാനെ കാണാനറിയോ. ഇത് ഭഗവാന്റെ രൂപക്ക് ആ മുടിയും പിന്നെ മുഖവും ആ കക്കാപ്പുള്ളി എല്ലാം ഇവിടുത്തെ ആ മാർക്കും എല്ലാം അവര് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് പറയും, എന്തൊരു ഭംഗിയാ ഭഗവാനെ കാണാനറിയോ. അപ്പൊ അമ്മ പറയാണ്, അതൊക്കെ ശരി, പക്ഷെ ആ ഭഗവാനോടുള്ള ആ കണക്ഷൻ വെക്കണം എന്നുണ്ടെങ്കിൽ നീ എപ്പോഴും നാമസ്മരണ ചെയ്യണം. ഓം ശ്രീ സായിരാം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ആ കുട്ടി, അവര് ഷെപ്പേർഡ്, അതായത് ഈ പശുക്കളെയും ആടുകളെയൊക്കെ മേക്കുന്ന ഒരു കുടുംബത്തിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അവർക്ക് എഡ്യൂക്കേഷൻ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, പെട്ടെന്ന് തന്നെ അവർ എഡ്യൂക്കേഷനൊക്കെ നിർത്തും. അങ്ങനെ അവർ ഈ ഇവരെ അവന് എന്നും ഈ ആടുകളെയും കൊണ്ടും പശുക്കളെയും കൊണ്ടും ഒരു സ്ഥലത്തേക്ക് പോയിട്ട് മേയ്ക്കാൻ വിടും. ഇവന് ഇരുന്നിട്ട് നാമം ചൊല്ലുക ചെയ്യുക, ചിലപ്പോ എഴുതി നാമം ചൊല്ലുക ചെയ്യുക. അപ്പൊ എത്രയോ പ്രാവശ്യം ചൊല്ലും. പിന്നെ തിരിച്ചു വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയാണ്, അമ്മ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. കാരണം ഈ പശുക്കളൊന്നും മൃഗങ്ങളൊന്നും എങ്ങോട്ടും പോണില്ല, എപ്പോഴും അത് ഇവിടെ തന്നെ നിൽക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരാറുണ്ട് ഇവന്. പശുക്കളെ മറ്റവരുടെ ഫീൽഡിലേക്ക് പോവുക, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇത് അതൊന്നുമില്ല, എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞു പറയുന്നത്. അതാണ് നാമസ്മരണയുടെ ഏറ്റവും പ്രധാനം. ഭഗവാൻ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് അവിടേക്കും ഇവിടേക്കും പോവാണ്ട് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ നാമസ്മരണ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതില് ഈ കുട്ടിക്ക് ശരിക്കും അമ്മയുടെ ആ ഒരു ഇൻസ്പിറേഷൻ നല്ലോണം ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ അമ്മമാര് ഒരു പേടി ഉണ്ടാവാറുണ്ട്, കുട്ടികൾ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ പോവോന്നൊക്കെ തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ ഇനി ഞാനൊക്കെ എത്രയോ സന്യാസി ആവേണ്ട കാലം കഴിഞ്ഞു. അതൊന്നും അത്ര എളുപ്പമല്ല. കാരണം അതിന്റെ ആവശ്യമില്ല, ഭഗവാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. ഇതില് ഈ സ്റ്റോറി കുറെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നെ എപ്പോഴെങ്കിലും ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് പറയാം. പിന്നെ ഏറ്റവും പഞ്ചകന്യകളിൽ പറ്റിയിട്ടുള്ളതാണ് ദ്രൗപദിയുടെ ഹൃദയവിശാലതയും പിന്നെ അവരുടെ അശ്വത്ഥാമാവാണ് അവരുടെ കുട്ടികളെ കൊന്ന്, എന്നിട്ട് പോലും
അവരെ ഫൊഗീവ് ചെയ്യണത്. കാരണം അവരുടെ അയാളുടെ അമ്മ എന്നെ പോലെ തന്നെ ദുഃഖിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട്. ഭഗവാൻ എപ്പോഴും ദ്രൗപദിയെ പറ്റി പറയാറുണ്ട്. കൃഷ്ണനും രുക്മിണിയും അവരുടെ വീട്ടിൽ കൃഷ്ണനെ മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരുന്നു രുക്മിണിക്ക് എന്താണ് എപ്പോഴും ഞാൻ ദ്രൗപദിയെ പറ്റി പറയേണ്ടത്. അപ്പൊ മുടി ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുളി കഴിഞ്ഞിട്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ കൃഷ്ണൻ പറയണമെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും. അവിടെ ചെല്ലുമ്പോ ദ്രൗപദിയുടെ ഓരോ മുടിയേഴയും കൃഷ്ണനാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു വലിയ സാധനയാണ്. എത്രയോ കാലത്തെ സാധന കൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ തന്നെ അവരേറ്റവും കഷ്ടപ്പെടുന്ന സമയത്ത് സഹായിക്കാൻ വന്നത്. പിന്നെ ഇങ്ങനെ എത്രയോ ഡിവോട്ടീസ് നമ്മുടെ ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ അവതാര കാലത്ത് എത്രയോ ഇങ്ങനത്തെ ഡിവോട്ടീസ് ഇപ്പോഴും ഉണ്ട്. ശബരിയെ പോലത്തെ ഡിവോട്ടീസ് നമ്മുടെ സമിതിയിൽ തന്നെ കാണാം. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും തന്നെ അത്രയും വളരെ ഉയർന്നിട്ടുള്ള മനസ്ഥിതിയുള്ള ആൾക്കാരാണ് എനിക്കറിയാം. എല്ലാവർക്കും പ്രണാമം. ഈ സുപ്രഭാതം, ഭഗവാന്റെ സുപ്രഭാതം എൻഡ് ചെയ്യണത് എന്നിങ്ങനെയാണ്. സീതാ സതീ സമവിശുദ്ധ ഹൃദംബുജാത ഭഗവദ്ഗണാത്തരഗ്രഹീത സുപുഷ്പഹാര എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യണത്. സീതയും സതിയും പോലെ അത്രയും വിശുദ്ധരായ സ്ത്രീകള് മാല ഭജന ചൊല്ലി ഭഗവാന് വേണ്ടി ഹാരം അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതിനെ പറ്റിയിട്ടാണ് ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ടാവും മഞ്ജുലാലിനെ പറ്റിയിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ. മഞ്ജുല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി മാലയും കൊണ്ട് വരുന്ന സമയത്ത് നട അടച്ചിട്ടുണ്ടായിരുന്നു, ഗുരുവായൂരപ്പന്റെ നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പൂന്താനം അവരുടെ അടുത്ത് പറയണ സാരമില്ല മോളി ഈ ആളിന്റെ അടിയിൽ ഈ കല്ലിന്റെ മേത വെച്ചാലും മതി, ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ എന്ന് പറയുന്നു. പിറ്റേ ദിവസം പൂജാരി ഒന്ന് നോക്കുമ്പോ എല്ലാ മാലയും എടുക്കാൻ പറ്റുന്നുണ്ട്, ഈ മാല മാത്രം എടുക്കാൻ പറ്റുന്നില്ല. കാരണം അപ്പൊ പൂന്താനം ആ സമയത്ത് ഉണ്ടായിരുന്നു. പൂന്താനം എല്ലാവരുടെ അടുത്തും പറയാണ് മഞ്ജുല, ഇത് മഞ്ജുലയുടെ മാലയാണ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ മഞ്ജുലാലിന് ആ പേര് കിട്ടിയത്. ഇതേപോലെ തന്നെ സ്ത്രീകള് ഭഗവാന്റെ കാലത്തും ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഗീതാ മോഹൻ റാമിൽ അവരുടെ ടോക്കിൽ കേട്ടതാണ്. അവരൊക്കെ പോണ സമയത്ത് ദശരഥ രാമറെഡ്ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ടായിരുന്നു. അവര് ഹൈദരാബാദിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു, റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അവരുടെ പണി സേവ എന്താണെന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് എന്നും രാവിലെ ചോദിക്കും നിങ്ങൾക്ക് എത്ര പാല് വേണം, സ്ത്രീകളുടെ അടുത്തൊക്കെ ചോദിക്കും. ചിലർ പറയും എനിക്ക് ഒരു പോട്ട് വേണം, ചില ആൾക്കാർ പറയും 2 എണ്ണം വേണം എന്ന് പറയും. ഇതാണ് അവരുടെ സേവയാണത്. അപ്പൊ അവരുടെ ഭാര്യയും പിന്നെ വേറെ കുറച്ച് സ്ത്രീകളും കൂടി എന്താ പണിയിച്ചാൽ അവര് അവിടുത്തെ എൻട്രൻസിൽ, ഗണേശ എൻട്രൻസ് കഴിഞ്ഞിട്ട് ആ തുളസി വൃന്ദാവനത്തിന്റെ അവിടെ ഇരുന്നിട്ട് ഇവര് കുറെ മുല്ലപ്പൂ വാങ്ങിച്ചോണ്ടും ഹോൾ ഡേ അവർ ഈ മുല്ലപ്പൂമാല ഇങ്ങനെ കെട്ടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് അത് രാവിലെ ആ സമയത്തൊക്കെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. സ്വാമി പുറത്തേക്ക് വരുമ്പോ ഒരു മാലയിടും, ആരെങ്കിലും പോയിട്ട് ഒരു മാലയിടും. സ്ത്രീകളല്ല, അവർ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ മാല കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ മാലയിടും, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഭജന കഴിഞ്ഞു കഴിഞ്ഞ ഒരു മാല, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞ ഒരു മാല, അങ്ങനെ ഹോൾ ഡേ മാല കൊണ്ട് എപ്പോഴും മാല ഇട്ടുകൊണ്ടേയിരിക്കുന്ന. അപ്പൊ ഈ ഗ്രൂപ്പില് ഈ ദശരഥ രാമറെഡ്ഡിയുടെ ഭാര്യ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഇതില് ഗീതാ മോഹൻ റാമിൽ അവരുടെ ഗ്രാൻഡ് ആന്റും ഉണ്ടായിരുന്നു. അപ്പൊ സ്വാമി ഇടയ്ക്ക് അവിടെ വന്നിരിക്കുന്നിട്ട് സ്വാമി ചോദിക്കും, സാവിത്രിയമ്മ എനിക്ക് ഒന്ന് പഠിപ്പിച്ചു തരുമോ ഈ മാല കെട്ടി എങ്ങനെയെന്ന്. അപ്പൊ ഭഗവാൻ എന്നിട്ട് സ്വാമി ഞാൻ കെട്ടിത്തരാം, കാണിച്ചു തരാന്ന് പറയുമ്പോ എന്നിട്ട് അവരിങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടാണല്ലോ അത് കെട്ടാൻ, വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യുന്നത്. അവര് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഈസിയാ തോന്നുന്നു, നമുക്ക് ചെയ്യാൻ പറ്റില്ലത്. അപ്പൊ ഭഗവാൻ എന്നിട്ട് കെട്ടാൻ നോക്കത്രേ. സ്വാമിയുടെ കയ്യിൽ നിന്ന് കുറെ പൂ താഴെ വീഴും, ചിലപ്പോ ആ ഞെട്ടി പൊട്ടി പോവും. അങ്ങനെ അപ്പൊ സാവിത്രിയമ്മ പറയത്രേ, സ്വാമി ഈ അവതാരത്തിൽ സ്വാമിക്ക് ഇത് പഠിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയത്രേ. പക്ഷെ ചില ദിവസം സ്വാമി വന്നു കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെ സ്വാമിയുടെ ഒരു ഇതാണല്ലോ, ഡ്രാമ അല്ലേ. സ്വാമി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അറിയാം, വലിയ മാലയൊക്കെ ഉണ്ടാക്കും. കണ്ടോ ഇപ്പൊ നിങ്ങളെക്കാളും വലിയ മാല ഞാൻ, എനിക്ക് വേണ്ടിയിട്ടുള്ള മാല ഞാൻ തന്നെ കെട്ടി എന്നൊക്കെ പറയുന്നത് സ്വാമി. ഇന്നിത് കെട്ടിയാന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും പറയുന്നത് നിങ്ങൾ കെട്ടിയതല്ല ഞാൻ കെട്ടിയതാണ് പറയണം. എന്നിട്ട് സ്വാമിയുടെ ഒരു കുസൃതികളാണ് ഇതൊക്കെ. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നതാണ് ദശരഥ രാമറെഡ്ഡിയുടെ ഭാര്യ. ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെ 80s ആയപ്പോൾ സ്വാമി മാലകെട്ടിലൊക്കെ നിർത്തി. ഈ മിസ്റ്റർ റെഡ്ഡി മരിച്ചു. അത് കഴിഞ്ഞിട്ട്
ഇവരെ പിന്നെ ആരും അങ്ങനെ അറിയാണ്ട്, ഇവർക്ക് പ്രായമായി, പിന്നെ അവര് ആ ഓൾഡ് ആ ഗ്രൂപ്പിലായി, പിന്നെ അവരവിടെ വന്നിരിക്കും. അവർക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരവിടെ വന്നിരിക്കും, ആർക്കും അവരെ പറ്റിയിട്ട് അറിയില്ല. ഇങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെ 2001 2002 ഇവര് ഗീത ഇവിടെ വൃന്ദാവനത്തിൽ വരികയാണ്. അപ്പൊ ഈ സ്ത്രീ അവിടെ ഇരിക്കുന്ന ദർശനത്തിന്. അപ്പൊ ഇവര് പോയി ചോദിച്ചു, ആന്റി സുഖം തന്നെയല്ലേ? അപ്പൊ അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഗീത എനിക്കൊരു കാര്യം പറയാണ്ട് എന്ന് പറഞ്ഞത്ര. 10 ദിവസം മുമ്പ് റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞത്ര, 10 ദിവസം മുമ്പ് എന്റെ റൂമിന്റെ വാതിൽ വന്നിട്ട് 2 ബോയ്സ് കിട്ടി. ഞാൻ നോക്കുമ്പോ അവര് പറയുന്നത് ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് പറഞ്ഞയച്ചതാണ്, നിങ്ങളോട് ഇപ്പൊ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഭയങ്കര ഷോക്കായി. ഇനിയൊന്നും ആവില്ല, നിങ്ങക്ക് തെറ്റ് പറ്റിയതായിരിക്കും, ഞാനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞത്. കാരണം 20 കൊല്ലം ഭഗവാൻ അവരടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല. ഈ ബോയ്സ് കഴിയുന്നതും അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. അവര് പറഞ്ഞു, അയ്യോ ഏതെങ്കിലും ബോയ്സിന് ഒരറിയാത്ത ആൾക്കാരുടെ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ സ്വാമി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞത്ര. എന്നിട്ട് പാവം ഈ കുട്ടികൾ തിരിച്ച് കുട്ടപ്പുറത്തിൽ നിന്ന് ബാംഗ്ലൂർക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്തു. ഇവിടെ വന്ന് നോക്കുമ്പോ സ്വാമി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ ചോദിച്ചു. അപ്പൊ ബോയ്സ് വന്നിട്ട്, അയ്യോ അവര് വന്നില്ല പറഞ്ഞത്ര. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള വെസ്റ്റ് പ്രശാന്തിൽ തന്നെ പോയത്, ഈ റൂം നമ്പറിലല്ലേ പോയത് ചോദിച്ചത്ര. അതെ സ്വാമി പറഞ്ഞത് തന്നെയാണ്, ഞാൻ അങ്ങനെ ആ റൂം നമ്പറിൽ തന്നെ പോയത്. വയസ്സായ സ്ത്രീ അല്ലേ ചോദിച്ചു. അതെ, ഞാൻ വയസ്സായ സ്ത്രീ തന്നെ. നിങ്ങൾ അവരോട് പറഞ്ഞു ഞാൻ ഇന്ന ആളെയാണ് വിളിക്കുക, ദശരഥ രാമ റെഡ്ഡി ഗാരുവിന്റെ ഭാര്യേനെയാണ് വിളിക്കാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു. ഇല്ലയോ സ്വാമി, തിരിച്ചു പോയിക്കോളൂ പറഞ്ഞു. എന്നിട്ട് പോവാ ഇവര്. അപ്പൊ രാവിലെ 4:30 ഇവർ അവിടെ എത്തണം. രാവിലെ 4:30 വന്നിട്ട് ഈ സ്ത്രീയുടെ റൂമിന്റെ പുറത്ത് ഇതാക്കാം. സ്വാമി പറഞ്ഞത്, സ്വാമി ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളോട് ഇപ്പൊ തന്നെ വരാൻ പറഞ്ഞു, ദശരഥ രാമറെഡ്ഡിയുടെ ഭാര്യ എന്ന് തന്നെ പറഞ്ഞു പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞില്ല, VIP ആ റൗണ്ട് ബ്ലോക്ക് അവിടെ നിന്നുള്ള വല്ല സ്ത്രീകളെ എഴുതി സ്വാമി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സ്വാമി അല്ല ദശരഥ രാമറെഡ്ഡിയുടെ. ഇവര് ഓം ശ്രീ സായിരാം 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 എന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് ഇവര് കാറിൽ തിരിച്ച് അവിടെ എത്തിയത്. ഭഗവാന്റെ അടുത്ത് ചീത്ത കേൾക്കോ വഴക്ക് കിട്ടുമോന്ന് വെച്ചിട്ടാണ്. അവിടെ ചെന്ന് സ്വാമി ദർശനത്തിൽ ഇരിക്കുന്നത്. ദർശനത്തിൽ ഇരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് നാമസ്മരണി എന്ന് പറയാം. അവര് പേടിച്ചു വരച്ചിരിക്കുന്നു. സ്വാമി ഡയറക്റ്റ് അവരുടെ അടുത്ത് വന്ന് ചീത്ത വഴക്കോട് വഴക്ക്, നീ എന്താ വിചാരിച്ചു ഇത്രയും വലിയ ആളാണോ നീ, ആദ്യം പറഞ്ഞയച്ചു നീ വന്നില്ല എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് സ്വാമി അവരൊന്നും മിണ്ടിയില്ല അറിയാൻ. കുറെ 20 കൊല്ലത്തിന് ശേഷമാണ് അവര് സംസാരിക്കുക. നീ എന്തിനാ ഞാൻ നിന്നെ വിളിച്ചറിയോ, ഞാൻ മറ്റന്നാള് കൊടൈക്കനാലിൽ പോവാണ്, നിന്നെ ഞാൻ കൊണ്ടുപോവാണ് പറഞ്ഞത്. അയ്യോ സ്വാമി, ഞാൻ 2 സാരി കൊണ്ടുവന്നിട്ടുള്ളൂ പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാവരും അങ്ങനെയല്ല ആലോചിക്കാം. സ്വാമി ഉടനെ മിസ്സസ് രത്തൻലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാംഗ്ലൂർ സിറ്റിയിൽ കൊണ്ടുപോയിട്ട് ഇവർക്ക് എന്താ വേണ്ടിച്ച വാങ്ങിച്ചു കൊടുക്കണം. 10 ദിവസം അവിടെ നിൽക്കാൻ 10 കാഞ്ചീപുരം സാരീസാണ് സ്വാമി കൊടുത്തത്. പിന്നെ അത് പോരാത്ത സൂട്ട് കേസ്, പെറ്റിക്കോട്ട് എല്ലാം എന്താണ് ഈ സ്ത്രീക്ക് വേണ്ടത് വെച്ച് എല്ലാം കൊടുത്തു. എന്നിട്ട് തിരിച്ചു വന്നപ്പോ സ്വാമി ചോദിച്ചത്ര, പൗഡറൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ ചോദിച്ചത്ര, പൗഡറൊക്കെ ഉണ്ടല്ലോ ചോദിച്ചത്ര. സ്വാമിക്ക് ഇഷ്ടമാണ് നമ്മൾ നന്നായിട്ട്, അതായത് നന്നായിട്ട് ഡ്രസ് ചെയ്ത് ഡീസെന്റ് ആയിട്ട് ഡ്രസ് ചെയ്യണമെന്നത് ഭഗവാന് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ സ്വാമി പറഞ്ഞു, നീ നന്നായി ഡ്രസ് ചെയ്യണം, കാരണം നിന്നെ ഫ്ലൈറ്റിലാണ്
സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ പുഷ്പമായിട്ട് വെക്കുന്നു. ജയ് സായിറാം. രാധ ടീച്ചറാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് സംസാരിക്കാൻ. എല്ലാവരും പ്രവേടനും പിന്നെ എല്ലാവർക്കും ശൈലന്ന് ഫോർമലായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോ എല്ലാവർക്കും ഇവിടെ കൂട്ടിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ജയ് സായിറാം. സായിറാം പ്രിയ. താങ്ക് യു. ഇനിയും ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ. പ്രിയയുടെ സ്പീച്ചിന് ഈ പറഞ്ഞതൊക്കെ എല്ലാവരുടെ ഹൃദയത്തിലേക്കും കടന്നു ചെന്നിട്ടുണ്ടാകും. പ്രിയയുടെ സ്വന്തം അനുഭവം കൂടി ഷെയർ ചെയ്തതിൽ വളരെ സന്തോഷം. കാരണം അനുഭവജ്ഞാനമാണല്ലോ ഏറ്റവും വലിയ ജ്ഞാനം. അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദവും അറിവൊക്കെ മറ്റൊന്നിലൂടെ കിട്ടില്ല. അതുകൊണ്ട് സ്വാമിയുടെ അനുഗ്രഹം പ്രിയക്ക് എപ്പോഴും ഉണ്ടാവട്ടെ ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു. സായിരാം. നമ്മുടെ ഈശ്വരാംബ എല്ലാവരോടും പിരിയുന്നതിന് മുമ്പേ ഈശ്വരാംബയുടെ 4ാമത്തെ ദിവസത്തെ പരിപാടി നാളെ രാത്രി ഇതേപോലെ 8 മണിക്ക് നമ്മളോട് ഒരു ബാൽ വികാസ് സ്വാമിയുടെ അലുമിനി ആയിരിക്കും സംസാരിക്കുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ നാളെ കിട്ടും. എല്ലാ കുട്ടികളെയും ജോയിൻ ചെയ്യാൻ പറയണം. വിദ്യാർത്ഥി ദിനമായിട്ടാണ് ഭഗവാൻ ഇത് ആചരിക്കുന്നത്. അതുകൊണ്ട് സ്വാമിയുടെ ഏറ്റവും നല്ല സ്റ്റുഡൻസിന് ധാരാളം കാര്യങ്ങൾ വിദ്യാർത്ഥികളോട് സംസാരിക്കാനുണ്ടാവും. നാളെ എല്ലാ ബാലവികാസ് വിദ്യാർത്ഥികളെയും ഗുരുക്കന്മാരും പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരെയും ഒക്കെ വിളിക്കണം. നമുക്ക് വളരെ കുറച്ച് പേര്, എന്റെ ഒരു കാര്യം മനസ്സിലാവുന്നത്, ഗുരുക്കന്മാര് പാരന്റ്സിന്റെ അടുത്ത് ഇത് ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത്രയധികം വന്നാൽ പോരാ. നമുക്ക് എത്രയോ കുട്ടികളുണ്ട്, എത്രയോ പാരന്റ്സ് ഉണ്ട്. ഇന്നിപ്പോ 10-60 പേര് 35 പേര് ഇന്നലെ തന്നെയായിരുന്നു. അപ്പൊ അത് കൂട്ടാനുള്ള ശ്രമം ഗുരുക്കന്മാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സാധകർക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രോഗ്രാം. ഇത് ബാലവികാസ് ഗുരുക്കന്മാർക്കും പാരന്റ്സിനും കുട്ടികൾക്കും വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ ആൾക്കാർക്ക് എപ്പോഴും ഉള്ളൊരു തെറ്റിദ്ധാരണ ഈശ്വരാംബ ഡേ സെലിബ്രേഷൻ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ സാധകന്മാർക്കും ഉള്ളതാണ്. അപ്പൊ സമിതികളിലും സമിതി ഗ്രൂപ്പുകളിലും സമിതിയിലെ സാധകന്മാര് എല്ലാവരും ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. ഇതില് അങ്ങനെ ഒരു സ്പെഷ്യൽ ബാലവികാസ് പ്രോഗ്രാം ആയിട്ടല്ല ഈശ്വരാംബ ഡേ സെലിബ്രേഷൻ. ഭഗവാന്റെ സ്റ്റുഡൻസ് ആണ് നമ്മളെല്ലാം. അതുകൊണ്ട് നാളത്തെ പരിപാടിയിൽ ദയവ് ചെയ്ത് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ ഗുരുക്കന്മാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരുക്കന്മാരുടെ ജോലിയാണ് ഫോൺ എടുത്ത് വിളിച്ച് സംസാരിക്കുക എന്നുള്ളത്. കുട്ടികളുടെ പാരന്റ്സിനെയും സമിതിയിലെ എല്ലാവരെയും അടുത്ത പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയ ഓൾറെഡി ശാന്തി ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് വെറും ശാന്തി മാത്രം പറയാം. എന്തെങ്കിലും പറയാനുണ്ടോ സുഗതൻ, രാധ ടീച്ചറെ, ശൈല? നാളത്തേക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ പകലത്തെ പ്രോഗ്രാം, നാളെ പകലിലെ പ്രോഗ്രാം നാളെ പിന്നെ ഒരു നല്ല തന്ന ചിത്രം വരയ്ക്കാനാണ്. അപ്പൊ നമ്മളൊരു ഒന്നുകിൽ ഒരു ചിത്രം കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും നല്ല ചിത്രം വരയ്ക്കാൻ പറയണം. പറഞ്ഞോളൂ. ഓരോ ഗ്രൂപ്പ് പിന്നെ നല്ലൊരു ഭജന പാടി പോസ്റ്റ് ചെയ്യാൻ. അത് ഫസ്റ്റ് ഗ്രൂപ്പിനുള്ള. സെക്കൻഡ് ഗ്രൂപ്പിന് ഫാമിലി ട്രീ വരയ്ക്കാൻ. അച്ഛനമ്മമാരുടെ പേര്, അവരുടെ അച്ഛന്റെ അമ്മമാരുടെ പേര്, അവരുടെ അച്ഛന്റെ അമ്മയുടെയും പേരൊക്കെ വെച്ച് ഫാമിലി ട്രീ വരയ്ക്കാൻ സെക്കൻഡ് ഗ്രൂപ്പിന്. പിന്നെ തേർഡ് ഗ്രൂപ്പിന് അടുക്കളയിൽ അമ്മയെ ഹെൽപ്പ് ചെയ്യുക, എന്തെങ്കിലും ഒരു വെജിറ്റേറിയൻ ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ഒന്നതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നതിന് പിന്നെ നമ്മളെ സഹായിക്കുന്ന ഒരു പുതിയ ശീലം തുടങ്ങാൻ. അത് എന്താണെന്നുള്ള ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഇത്രയാണ്. ഇല്ല, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. രാധ ടീച്ചർ പറഞ്ഞത് തന്നെയാണ്. അപ്പൊ നാളെ രാത്രി എല്ലാവരും 7:50 എല്ലാവരും അറിയിക്കണേ. നാരായണേട്ടൻ സമിതി ഗ്രൂപ്പിലൊക്കെ ഇടുന്നത് പോലെ നമ്മളെ ഗ്രൂപ്പിലിട്ടാന്നിട്ടൊന്നുമല്ല, അല്ല എല്ലാം ഗ്രൂപ്പിലിട്ടുണ്ട്. പക്ഷെ
അല്ല നാരായണേട്ടൻ ഗ്രൂപ്പിൽ ഇടുന്ന പോലെ എല്ലാ ഗ്രൂപ്പിലും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു കൺവീനറെ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. ബാക്കി കൺവീനർമാർ അവരുടെ ഗ്രൂപ്പിൽ പ്രോഗ്രാം ഒന്നും ഇടുന്നില്ല. ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഗ്രൂപ്പിലും. ഞാൻ റെഗുലറായിട്ട് കൊല്ലംകോടിലും പനങ്ങാട്ടിലും ഞാൻ റെഗുലറായിട്ട് ഇടാറുണ്ട് പ്രവേട്ട. ഓക്കെ ഓക്കെ, നമുക്ക് ഇത് ഈ പ്രോഗ്രാം എല്ലാവർക്കും വേണ്ടിയിട്ടതാണ്. ഒന്നാമത് കുറച്ച് ഫോൺ ചെയ്യണം, ഒരു ദിവസം 20 ഫോണെങ്കിലും ചെയ്യണം, മേലെ നടക്കുന്നത്. ഒരു ദിവസം 20 ഫോണെങ്കിലും ചെയ്യണം. 20 ഫോൺ ഇൻറ്റു ഒരു 5 മിനിറ്റ്, അത്രയും സമയം ഒരു ദിവസം ഈശ്വരാമ്പാട്ട് ഈ 7 ദിവസങ്ങളിൽ ചെയ്യേണ്ടത് അവരുടെ 20 ഫോണെങ്കിലും ഒരു ദിവസം അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് 20 ഫോണെങ്കിലും 20 ഞാൻ കണക്കാക്കി 20 കുട്ടികളുണ്ട് എന്നുള്ള കണക്കിലാണ് പറയുന്നത്. ആ 20 കുട്ടികളുടെ വീട്ടിലേക്ക്. നാളെയാണ് ഒരു 5 പേരുടെ സ്റ്റോക്ക്. അതെ നാളെയാണ് രഞ്ജു ഷെഡ്. അത് പറഞ്ഞില്ലേ പ്രവേട്ടൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ നാളെ രഞ്ജുഷന്റെ ടോക്ക്. എന്റെ സബ്ജക്ട് എന്താ? എത്ര 4:0 അല്ലേ? അതെ അതെ അല്ലേ? അതെ അതെ, എത്ര 4:0 ഇതേ അപ്പൊ എല്ലാം ധാരാളം അവര് വരാൻ പറയാം. ഓം ശാന്തി പറഞ്ഞു നിർത്തും. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. സായിരാം.